ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉറങ്ങി എണീച്ചത്. പക്ഷേ എണീക്കാൻ നല്ലോണം ലേറ്റായിപ്പോയി. ഇന്നലെ മോള് തീരെ ഉറങ്ങിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ രാവിലെ എണീക്കാനും അതേപോലെ തന്നെ വൈകിപ്പോയി. എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. രാവിലെ തന്നെ ഉറങ്ങി എണീച്ചതിന് ശേഷം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വേഗം തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയാൽ മാത്രമേ മോൾ എണീക്കുമ്പോഴത്തേക്കും അവൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വേഗം പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ പരിപാടികളെല്ലാം തീർക്കുവാന്ന് രാവിലെ തന്നെ എണീച്ചപാട് ചെയ്യൽ. അങ്ങനെ ഞാൻ ആദ്യം തന്നെ വേഗം പല്ല് തേച്ചു. പല്ല് തേച്ച് കഴിഞ്ഞിട്ട് അടുക്കളയിൽ പോയി നോക്കുമ്പോഴത്തേനും ദോശയായിരുന്നു തിന്നാനുണ്ടായത്. എപ്പം ദോശ തന്നെ തിന്നാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ പൊട്ടിച്ച് വെച്ച റെഡിമെയ്ഡ് ചപ്പാത്തീൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ നോക്കുമ്പോൾ 4 ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അത് ചൂടാക്കി തിന്നാമെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തി ചൂടാക്കി. റെഡിമെയ്ഡ് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല. അല്ലാണ്ട് തന്നെ പരത്തിയിട്ടെല്ലാം ആക്കുമ്പോഴത്തേനും കുറേ സമയമാവില്ലേ. പിന്നെ ഇന്നലത്തെ അയിലക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ അയിലക്കറിയും ചൂടാക്കി. എനിക്ക് പച്ചക്കറീനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ അയിലക്കറി തന്നെ പിന്നെയും ചൂടാക്കി തിന്നത്. പച്ചക്കറി ഉണ്ടായിരുന്നു, ദോശക്കാക്കി എന്തോ കറി ഉണ്ടായിരുന്നു. ഞാൻ ആ കറി എന്താണെന്ന് പോലും നോക്കിയിട്ടില്ല. കാരണം മീൻകറി കണ്ടപാടെ അത് ചൂടാക്കിയിട്ട് തിന്നു. ചപ്പാത്തി എനിക്ക് പണ്ട് മുതലേ, അതായത് ചെറുപ്പത്തിലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചപ്പാത്തി. സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും എല്ലാം എനിക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമായിരുന്നു. ദോശയും പുട്ടൊന്നും എനിക്ക് വലിയ കാര്യമില്ല. പക്ഷേ ചപ്പാത്തി ഞാൻ എത്ര വേണമെങ്കിൽ തിന്നും. അങ്ങനെ ഞാൻ ചപ്പാത്തീൻ്റെ കൂടെ ചായ കുടിച്ചിട്ടില്ല. ഞാൻ വെള്ളമാണ് കുടിക്കുന്നത്. കാരണം എനിക്ക് ചായ അത്ര ഇഷ്ടമല്ല. കട്ടൻ ചായ ആണെങ്കിൽ പിന്നെയും കുടിക്കും. പക്ഷേങ്കിൽ പാൽ ചായ എനിക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഈ നടന്നു വരുന്ന വരുത്ത് എല്ലാവരും വിചാരിക്കും പാവം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതാണെന്ന്. ഒരിക്കലും അല്ല, ഞാൻ പ്ലാൻ ചെയ്ത് ക്യാമറ അവിടെ വെച്ചിട്ട് തുള്ളിപ്പോയതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റൂമിൽ പോയി നോക്കുമ്പോൾ അമ്മമ്മയും മോളും നല്ല ഉറക്കമായിരുന്നു. കാരണം ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവർ രാവിലെ തന്നെ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം മോളൊപ്പരം കിടന്ന് കുറച്ച് നേരം നമ്മൾ രണ്ടാളും ഫോട്ടോ എല്ലാം എടുത്ത് കളിച്ചു. അത് പിന്നെ നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ് ഫോട്ടോ എടുത്ത് കളിക്കൽ. പിന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്, തണുപ്പുമാണ് ഒന്നാമത്. അപ്പോൾ അതുകൊണ്ട് മുഖമെല്ലാം വല്ലാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പുരട്ടി കൊടുക്കുന്നതാണ്. കാരണം എനിക്കിത് അപ്ലൈ ചെയ്യേണ്ട രീതിയൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് വലിഞ്ഞ് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ്. പൊതുവേ ഈ മോയ്സ്ചറൈസറും സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യലൊന്നുമില്ല. ഇത് എൻ്റെ അനിയത്തീൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഒളിപ്പിച്ച് വെച്ച സാധനമാണ് ഓള് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കുടിച്ചു. കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് കഞ്ഞിവെള്ളം കുടിച്ചാൽ നന്നായിട്ട് പാലുണ്ടാവും എന്നാണ് അമ്മമ്മയെല്ലാം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എപ്പം ഞാൻ ഒരു ജഗ്ഗിൽ റൂമിൽ എപ്പം കഞ്ഞിവെള്ളം കൊണ്ടുവെക്കും. അങ്ങനെ അത് ഒരു കപ്പിൽ, ഇത്രയും വലിയ കപ്പിലാണ് ഞാൻ ഓരോ സമയം ഇടവിട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്നത്. ഫീഡിങ് മദേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. എന്തായാലും ഇത് നല്ലൊരു ഉപകാരപ്രദമായ ഒരു ടിപ്പ് തന്നെയാണ്. കാരണം കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയുന്നതായിരിക്കുമേ, എന്നാലും ഞാൻ പറയുന്നതാണ്. കഞ്ഞിവെള്ളം കുടിച്ചിട്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പാലില്ലെങ്കിൽ പാല് കൂടാനെല്ലാം നല്ലതായിരുന്നു. അങ്ങനെ ഞാനിത് എപ്പം കുടിക്കുന്ന ഒരു കാര്യമാണ് കഞ്ഞിവെള്ളം. ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ശരിക്കും കഞ്ഞിവെള്ളത്തിനെ കൊണ്ട്. നല്ലോണം മുടിയെല്ലാം വളരും കഞ്ഞിവെള്ളത്തിൽ. തലയെല്ലാം കഴുകുന്നതാണെങ്കിൽ നല്ലോണം മുടി വളരും. പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പം ഞാൻ വാവേൻ്റെ ഒപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. കാരണം ഓൾക്ക് ഫീഡെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കളിയെല്ലാം ഉണ്ട്. അങ്ങനെ അതെന്ന് വെച്ചാൽ ഓളെ 2 സോക്സിനും 2 കളറാണ്. അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മോളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഫീഡ് ചെയ്തതിന് ശേഷം പിന്നെ ബർപ്പ് ചെയ്യുന്നതാണ്. കാരണം ഈ ബർപ്പിങ് ഞാൻ കാണിക്കാൻ പ്രത്യേകം കാരണമുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, എങ്ങനെയാണ് ബർപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. വാവേനെ ഇങ്ങനെ ഇതുപോലെ കിടത്തിയതിന് ശേഷം താഴെ നിന്ന് മുകളിലോട്ട് ഇതുപോലെ തട്ടി കൊടുക്കുകയാണ് വേണ്ടത്. കൈ ഇങ്ങനെ കപ്പ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കണം. എന്നാൽ മാത്രമേ ഗ്യാസ് പുറത്തേക്ക് പോവുള്ളൂ. വാവകൾ പാൽ കുടിക്കുന്നതിൻ്റെ അപ്പുറം ഗ്യാസും കൂടി അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ബർപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഉച്ചയായപ്പോൾ വെള്ളരിക്കറിയായിരുന്നു ഉണ്ടായത്. എനിക്ക് വെള്ളരി കണ്ടപ്പം തന്നെ മടുപ്പായിപ്പോയി. അങ്ങനെ നോക്കുമ്പോൾ അതിൽ ചെമ്മീനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സമാധാനമായി. അങ്ങനെ അയില പൊരിച്ചതും ചോറും വറവെല്ലാം കൂടി ചോറ് തിന്നു. ഡെയിലി രാവിലെ തന്നെ ഞാൻ കുളിച്ചതിന് ശേഷം മോളെ കുളിപ്പിക്കലുണ്ട്. പക്ഷേ ഇന്ന് എന്താ ചെയ്തതെന്ന് വിചാരിച്ചാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് മോളെ കുളിപ്പിച്ചത്. കാരണം ഡെയിലി ഒരേ ടൈമിന് തന്നെ കുളിപ്പിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും തിരക്കുകൊണ്ട് ആ ടൈമിന് കുളിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ വാവക്കതൊരു ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും വരുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സമയം മാറ്റി മാറ്റി കുളിപ്പിക്കുന്നത്. അങ്ങനെ അവളെ അമ്മമ്മേൻ്റെ അടുത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേഗം ചെയ്യുന്നത്. കാരണം ബെഡെല്ലാം വേഗം വിരിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഓൾ വന്നാൽ പിന്നെ ഒന്നും നടക്കില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് എൻ്റെ മോൾ കുളിച്ചിട്ട് വന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ വേഗം അവളെ തുടച്ച് എല്ലാം റെഡിയാക്കി. പിന്നെ കുറച്ച് നേരം അവളെ എടുത്ത് നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഞ്ഞിവെള്ളം വീണ്ടും കുടിച്ചു. അങ്ങനെ ഇതെൻ്റെ വജ്രായുധമാണ് ശരിക്കും പറഞ്ഞാൽ റൂമിലത്തെ. ഒരു ഈച്ചേനെയും കൊതുകിനെയും പോലും ഞാൻ വെറുതെ വിടില്ല.
പിന്നെ അതിനുശേഷം എൻ്റെ മോള് കുറേ നേരം കളിക്കും, കുറച്ച് നേരം കളിക്കും, കുറേ നേരം കരയും, അങ്ങനെയുമാണ്. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി കളിക്കലും കരയലും എല്ലാം കൂടിയിട്ട് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ഒരുമിച്ച് തന്നെ. പിന്നെ അതിൻ്റെ ഇടയ്ക്കും കുറേ നേരം ഫീഡ് ചെയ്യണം കേട്ടോ, ഇടവിട്ട് കരയുമ്പോൾ മാത്രമല്ല അല്ലാണ്ട് തന്നെ ഫീഡ് ചെയ്യണം. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കട്ടൻ ചായയും ബിസ്ക്കറ്റും. എൻ്റെ ഫേവറേറ്റാണ് എയറോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ്. പക്ഷേ എയറോ റൂട്ടിൻ്റെ കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അമ്മ മേരി ഗോൾഡാണെന്ന് തോന്നുന്നു കൊണ്ടുവന്നത്. എനിക്ക് പിന്നെ രണ്ടും കാണാൻ ഒരേപോലെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു കേക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം രാത്രിയാകുമ്പോൾ നോക്കുമ്പോൾ അച്ഛൻ നല്ല ചെമ്മീൻ റോസ്റ്റ് ആക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം പിന്നെ അച്ഛൻ രണ്ടിളക്കൽ അധികം ഇളക്കി അച്ഛനാക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മേൻ്റെ ഹരിതകർമ്മസേനേൻ്റെ കണക്കെല്ലാം എഴുതുന്നതാണ്. അച്ഛൻ പിന്നെ അച്ഛൻ്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നതാണ്. ഇതെൻ്റെ അനിയനാണേ. ഓനിന്ന് സാലറി കിട്ടിയതുകൊണ്ട് ഓൻ പൊറോട്ടയും കറിയെല്ലാം കൊണ്ടു തന്നെയായിരുന്നു, എൻ്റെ സ്നേഹസമ്പന്നനായ അനിയൻ. അങ്ങനെ അച്ഛന് വെച്ച ചെമ്മീൻ അച്ഛന് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അതും കൂടി ഞാൻ തിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പല്ലെല്ലാം തേച്ചു. ഇനി പിന്നെ രാത്രിയായില്ലേ, രാത്രിക്ക് പിന്നെ എൻ്റെ മോൾക്ക് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്, ഉറങ്ങുകയേ ഇല്ല. അങ്ങനെ അമ്മ പാട്ടെല്ലാം പാടിയിട്ട് അവനെ ഉറക്കുന്നതാണ്. അത് നോക്കിയിട്ട് അച്ഛനവിടെ ആസ്വദിച്ച് പുറത്തിരിക്കുന്നുണ്ട്. അച്ഛൻ നമ്മളെ കളിയാക്കുന്നതാണ്. അച്ഛന് നമ്മളെ അവസ്ഥയൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അച്ഛൻ മുകളിലാണ് പോയി കിടക്കുന്നത്. കാരണം ഉറക്കം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളതായാലും അച്ഛൻ മുകളിലത്തെ റൂമിലാണ് കിടക്കുന്നത്. മോൾ ഉറങ്ങാത്തതുകൊണ്ട് തന്നെ അന്ന് പിന്നെ ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.